മുന്നേറിയാൽ മാത്രമേ അവർക്ക് നിങ്ങളെ അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊരു ഫയർ എനർജിയും ആയിരിക്കാം. പക്ഷെ അവർക്ക് കിട്ടുന്ന ഈ ഒരു അപ്സ് ആൻഡ് ഡൗൺസിനെ പലപ്പോഴും അവരൊരു ചലഞ്ച് ആക്കി ഏറ്റെടുക്കാനാണ് ശ്രമിക്കുന്നത്. പിന്നെ ഈ ഒരു പേഴ്സന്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട്, എത്ര തന്നെ നിങ്ങൾ സംസാരിക്കാതിരുന്നാലും, എത്ര തന്നെ നിങ്ങൾ ദൂരെയാണെങ്കിലും എന്തോ നിങ്ങളുടെ മനസ്സിൽ ഒരു വിശ്വാസം ഉണ്ടെന്ന് അറിയാം, ഇതൊരിക്കലും ഡിറ്റാച്ച് ആയി പോയില്ല. ഇനി എത്ര വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിലും നിങ്ങൾ അവരുടെ അടുത്തേക്ക് തിരിച്ചു പോയാൽ ഒരു രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. ഈവൻ നിങ്ങൾ മാരീഡ് ആയി പോയാൽ പോലും ആ ഒരു പേഴ്സൺ നിങ്ങളെ തിരിച്ച് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത്. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക, അത് തെറ്റാണ്. പക്ഷെ ഈ ഒരു പേഴ്സന്റെ ഇമോഷണൽ അർജ് അനുസരിച്ചിട്ട് നിങ്ങൾ എത്ര തന്നെ കൈൻഡ് ഓഫ് രീതിയിൽ അവരിൽ നിന്ന് ഡിറ്റാച്ച് ആയാലും, ഏതൊക്കെ ഏറ്റവും വലിയ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് വേറൊരു വ്യക്തി വിവാഹം കഴിക്കുക എന്നതാണ്. അപ്പൊ ആ ഒരു സംഭവം നിങ്ങൾ ചെയ്താൽ പോലും സ്റ്റിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളെ വേണം എന്ന എനർജിയാണ് കാണിക്കുക. അത്രത്തോളം ഒരു ഡീപ്പ് എനർജി, അല്ലെങ്കിൽ സ്റ്റിൽ നിങ്ങൾ തിരിച്ചു വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരും, ആ ഒരു നമ്മൾ ആഗ്രഹിച്ച പോലുള്ള ഒരു അടിച്ചുപൊളി ജീവിതം നമുക്കുണ്ടാകും എന്നൊരു പ്രസൻസ്, അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലെ ദ വേൾഡ്, അതായത് എല്ലാം അച്ചീവ് ആകുന്ന എനർജി ലഭിക്കും എന്നവർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ട്രൂ ലവിലാണ് വിശ്വസിക്കുന്നത്. അതായത് എത്ര തന്നെ ദൂരെ പോയാലും ട്രൂ ലവ് ജയിക്കും. എത്ര അടുത്ത് നിന്നാലും എത്ര ദൂരെ നിന്നാലും ലവ് തന്നെയാണ്. അതിന് യാതൊരു വ്യത്യാസവും ചേഞ്ചോ ഉണ്ടാകത്തില്ല. സോ ഈ ഒരു പേഴ്സൺ ആ ഒരു കൈൻഡ് ഓഫ് റൂ സ്ക്വാഡ്സ് എനർജിയിലാണ് നിൽക്കുന്നത്. അതായത് എത്ര ദൂരെയാണെങ്കിലും നിന്നെ അട്രാക്ട് ചെയ്യാൻ ഒരു കുഞ്ഞു കാരണം മതി. ഞാൻ ജീവിതകാലം മുഴുവൻ നിന്നിൽ ഡെഡിക്കേറ്റഡും അട്രാക്റ്റഡും ആയിരിക്കും. മുൻപ് ദൂരെ ആയിരുന്നപ്പോഴും, അല്ലെങ്കിൽ നിങ്ങളുടെ നിന്ന് മേ ബി ചെറിയ തോതിൽ ഡിറ്റാച്ച് ആയപ്പോഴും, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഡിസ്റ്റന്റ് ആണെങ്കിലും നിങ്ങളുടെ എനർജിയുടെ വില എന്താണെന്നും നിങ്ങൾ എത്രത്തോളം അവർക്ക് വില മതിക്കുന്നതാണെന്നും അവർ ഓരോ ദിവസവും മനസ്സിലായിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ അവർ ഈ ഒരു വില മനസ്സിലാക്കാനുള്ള സമയമാണ്, അതിന്റെ ടെസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. കാരണം ഇവര് നിങ്ങളുടെ വില മനസ്സിലാക്കി അവർ നിങ്ങളിലേക്ക് പോയതിനേക്കാൾ ശക്തിയിൽ തിരിച്ചു വരുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഉണ്ടായിരുന്നപ്പോ ചിലപ്പോ എനിക്ക് തോന്നുന്നു വേറെ ആരൊക്കെയോ പ്രയോറിറ്റി കൊടുത്തിരുന്നിട്ടുണ്ടാവും. അവര് നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻസ് വേറെ മറ്റു പലരാണെന്നൊക്കെ ഈ പേഴ്സൺ നിങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ മേ ബി റീഡിംഗ് എടുക്കുമ്പോൾ പോലും നിങ്ങളെക്കാൾ ഇമ്പോർട്ടന്റ് വേറെ ആരോ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇവൻച്വലി ആ സിറ്റുവേഷൻ മാറും. അതായത് ആ സാഹചര്യം മാറിയിട്ട് നിങ്ങളുടെ വില എന്താണെന്നും, അല്ലെങ്കിൽ നിങ്ങളായിരുന്നു എല്ലാം എന്നുമുള്ള ഒരു മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് ഈ പേഴ്സന്റെ ജീവിതത്തിൽ വരും. ഓക്കെ, ഇല്ലെങ്കിൽ ഓൾറെഡി ആ പോയിന്റ് ഈ പേഴ്സന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. കാരണം എൻലൈറ്റ്മെന്റ് ഉണ്ടാകും. കണ്ടോ, ഹെർമിറ്റ് എനർജി. കുറച്ചൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകും, കുറച്ചൊക്കെ ഏറെക്കുറെ അതൊരു പരീക്ഷണമാണെന്നും തന്റെ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് വരുമെന്നും ഒക്കെ ഈ പേഴ്സൺ വിശ്വസിക്കുന്നു. നിങ്ങളെന്ന് പറയുന്നത് കൈൻഡ് ഓഫ് എ ട്വിൻ ഫ്ലെയിം എനർജി